അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കുട്ടികളിൽ കൊച്ചുകാലം മുതൽ തന്നെ നല്ല ശീലങ്ങൾ വളർത്തുന്നതിലും ഓരോ കാര്യങ്ങളിലും സുന്നത്തായ രീതികൾ പരിശീലിപ്പിക്കുന്നതിലും വളരെ ശ്രദ്ധിച്ചിരുന്നു മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു. തൻ്റെ പേരക്കുട്ടികളോടും കുടുംബത്തിലും പുറത്തുമുള്ള കുട്ടികളോടും ഉസ്താദ് നിരന്തരം അത് പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഭക്ഷണം, നടത്തം, കിടത്തം, യാത്ര, നിസ്കാരം തുടങ്ങി എല്ലാ ദൈനംദിന ചര്യകളിലും അനുഷ്ഠാനങ്ങളിലും ഏറ്റവും പ്രതിഫലാർഹമായ രീതികൾ പിന്തുടരാൻ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നിർദ്ദേശിക്കുമായിരുന്നു. എന്തിനും നിയ്യത്ത് നന്നാക്കണമെന്നും ലക്ഷ്യബോധമില്ലാതെ ചെയ്യരുതെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും വലതിനെ മുന്തിക്കാൻ കുട്ടികളോട് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് പ്രത്യേകം ഉപദേശിച്ചു. കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും ഈ ശീലം വളർത്താൻ പേരക്കുട്ടികളെ ഉണർത്തി. ഒരിക്കൽ തന്നെ മുമ്പിൽ പേരക്കുട്ടിയുടെ കുഞ്ഞുമകൾ ഇടതുകൈ വായിലിട്ട് എന്തോ തിന്നുന്നത് കണ്ടപ്പോൾ അടുത്തു ചെന്ന് അവളുടെ ഉമ്മയെ വിളിച്ച് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ഗൗരവത്തോടെ ഗുണദോഷിച്ചു. കൊച്ചുപ്രായത്തിൽ തന്നെ മക്കളിൽ സുന്നത്ത് ശീലിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഉസ്താദ് ഉപദേശിക്കുകയും ചെയ്തു. സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ പേരക്കുട്ടികളെയെല്ലാം കൂട്ടിയാണ് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് പോയിരുന്നത്. വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. തൻ്റെ വീട്ടിലെ എല്ലാവരെയും കൂട്ടിയ ശേഷം ചെറിയ മകൻ താമസിക്കുന്ന വീടിനു മുമ്പിലെ ഗേറ്റിൽ കാത്തിരിക്കും. അവിടുത്തെ ഓരോ കുട്ടികളെയും പേരെടുത്ത് വിളിക്കും. ആരെയെങ്കിലും കാണാതെ വന്നാൽ അവരെക്കുറിച്ച് അന്വേഷിക്കും. പിന്നീട് അവരുടെ മാതാപിതാക്കളെ കണ്ട് ശകാരിക്കും. പള്ളിയിലെത്തിയാൽ അവിടുത്തെ കച്ചറകളെല്ലാം അവരെ കൊണ്ട് പെറുക്കി വൃത്തിയാക്കും. നിസ്കാരം കഴിഞ്ഞാണ് പിന്നീട് വീട്ടിലേക്ക് മടങ്ങുക. ഒരു ദിവസം ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് സുബഹിക്ക് അടുത്തെവിടെയോ ബന്ധപ്പെട്ട ഒരാളുടെ ഗൾഫിലുള്ള യാത്രയയപ്പ് ഉണ്ടായിരുന്നു. ഉസ്താദ് നേരത്തെ തന്നെ എഴുന്നേറ്റ് അയാളെ യാത്രയയക്കാൻ പോയി. പിന്നീട് അവിടെ നിന്നാണ് പള്ളിയിലേക്ക് വന്നത്. തിരിച്ചു വന്നപ്പോൾ സാധാരണ തൻ്റെ കൂടെ പള്ളിയിലേക്ക് ടോർച്ച് കത്തിച്ച് കൂടെ വരാറുള്ള ഒരു പേരക്കുട്ടി പള്ളിയിൽ പോയിട്ടില്ല. ഇത് കണ്ടപ്പോൾ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന് സങ്കടം വന്നു. താൻ ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവന് പള്ളിയിലെ ജമാഅത്ത് നഷ്ടപ്പെട്ടത് എന്നോർത്ത് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ഒരുപാട് വേദനിച്ചു. ഒടുവിൽ ആ പേരക്കുട്ടിയുടെ അടുത്ത് വന്നുകൊണ്ട് മാപ്പ് ചോദിക്കുകയും മാപ്പ് ചോദിച്ചപ്പോൾ മാത്രമാണ് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന് സമാധാനം ലഭിക്കുകയും ചെയ്തത്. കൊച്ചുകുട്ടികളാണെങ്കിലും അവരോടുള്ള കടപ്പാടുകൾ വളരെ ഗൗരവത്തോടെ കണ്ടിരുന്നു ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്. ആളുകൾക്ക് മുമ്പിൽ വെച്ച് പേരക്കുട്ടികളുടെ ഗുണങ്ങളും കഴിവുകളും എടുത്തു പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് മറന്നിരുന്നില്ല. ഇത് എൻ്റെ പേരക്കുട്ടിയാണ്, അവൻ മിടുക്കനാണ്. ഇതുപോലെയുള്ള വാക്യങ്ങൾ ഉസ്താദ് പലപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. കുട്ടികളെ വീട്ടിൽ നിന്നും വളർത്തിക്കൊണ്ടുവരേണ്ട നല്ല എല്ലാ വഴികളും ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് പ്രയോഗിക്കുമായിരുന്നു. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തോടൊപ്പം ജന്നാത്തുൻ നഈമിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.